ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി ഫ്രം ആർക്കിനെക്സ്. സോ മക്കളെ, വളരെ സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ചിലരൊക്കെ ന്യൂസിലൂടെ കേട്ട് കാണും, കേരളത്തിൽ അങ്ങനെ MBBS സീറ്റുകൾ വർദ്ധിക്കുകയാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ കോളേജുകളാണ് MBBS സീറ്റുകൾ ഇപ്പൊ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത അലോട്ട്മെന്റിൽ തന്നെ, തേർഡ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഈ സീറ്റുകളിലേക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഈ വർഷം MBBS തന്നെ വേണം, എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷനിലിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു വലിയ റിലാക്സേഷൻ ആണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് സീറ്റുകൾ ഇൻക്രീസ് ചെയ്തത്. എന്നാൽ പോലും നിങ്ങൾക്ക് അറിയാം, സെൽഫ് ഫിനാൻസിങ്ങിൽ ട്യൂഷൻ ഫീ ഒന്നും വേണ്ടാത്ത ഒരുപാടധികം കുട്ടികളുണ്ട്. എല്ലാവർക്കും വളരെ വലിയൊരു അവസരം തന്നെയാണ്. അതേപോലെ ഇപ്പോൾ മൈനോറിറ്റി കോളേജുകളാണെങ്കിൽ അങ്ങനത്തെ കോളേജുകളിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി കോളേജുകൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സംവരണമൊക്കെ വരുന്നുണ്ട്. 35% സീറ്റുകൾ അവർക്ക് അവിടെ റിസർവ്ഡ് ആണ്. അപ്പോൾ ഒരുപാടധികം കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിനെ. കാരണം MBBS സീറ്റുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികൾ ഇപ്പോഴും സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ പല കോളേജുകളിൽ കിട്ടുമോ എന്ന സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എവിടേക്കാണ് സീറ്റുകൾ ഇൻക്രീസ് ചെയ്തതെന്ന് മിസ് പറയാം. നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫേസിന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഏതൊക്കെ റാങ്കിനാണ് കിട്ടിയതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ സാധ്യതയിലേക്ക് കടക്കാം. അവസാനമായിട്ട് ഓപ്പൺ കാറ്റഗറിയിൽ 8745 ഈ വർഷം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 8700 വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിരുന്നു. ഈഴവ കാറ്റഗറിയിൽ 8993, ഏകദേശം 9000 അടുപ്പിച്ച് ഈഴവ കാറ്റഗറിക്ക് ലഭിച്ചിരുന്നു. മുസ്ലിം കാറ്റഗറി 10172, LA കാറ്റഗറി 11305, DV 8940, VK 11464, BH 8796, അതേപോലെ BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 10,000 റേഞ്ചിനും ഇത്തവണ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, അതേപോലെ KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 11,000 റാങ്കിന് വരെ ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. KU 24,000 റാങ്കിനും, SC 17,000 റാങ്കിനും, ST 28,000 റാങ്കിനും, EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ 15,464 സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഇത്തവണ MBBS ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് എക്സ്പെക്ട് ചെയ്യാണ്. MBBSന്റെയും BDSന്റെയും സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് വരും. അപ്പോൾ ഇന്നാണ് സ്കെഡ്യൂൾ അനുസരിച്ച് നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതുവരെ വന്നിട്ടില്ല. യെസ്, അപ്പൊ ഇനി എവിടേക്കാണ് MBBS സീറ്റുകൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് നോക്കാം. കാസർഗോഡ്, വയനാട് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് 50 സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ നേരത്തെ നമ്മളത് പങ്കുവച്ച കാര്യമാണ്. യെസ്, ഇനി ഏതൊക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജുകൾ? അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴയാണ്. അവിടെ 100 സീറ്റുകൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജൂബിലി മിഷൻ ടോപ്പ് 5 വരുന്ന, കേരളത്തിലെ ടോപ്പ് 5 മെഡിക്കൽ കോളേജിൽ വരുന്ന ഒരു കോളേജാണ് ജൂബിലിയിൽ. തൃശ്ശൂർ 50 സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലബാർ മെഡിക്കൽ കോളേജിൽ 50 സീറ്റുകൾ. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാട് 50 സീറ്റുകൾ. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലത്ത് 50 അധിക സീറ്റുകൾ. ഇതൊക്കെ ഇൻക്രീസ് ചെയ്ത സീറ്റുകളുടെ എണ്ണമാണ്, എക്സിസ്റ്റ് ചെയ്യുന്നല്ല. ഇത് കൂടാതെ ഇൻക്രീസ് ചെയ്ത സീറ്റുകളാണ്. കേരള മെഡിക്കൽ കോളേജ് മാങ്ങോട് 150 പുതിയ സീറ്റ്. ഇങ്ങനെയാണ് കേരളത്തിലെ സ്വകാര്യ ട്രസ്റ്റ് കോളേജുകളിൽ അധികമായിട്ട് അനുവദിച്ചിരിക്കുന്ന സീറ്റുകൾ. എനിവേ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കുറേ അധികം ആളുകൾക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. യെസ്, ഇനി എപ്പോൾ ഈ സീറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും? തേർഡിൽ തന്നെ സാധിക്കും എന്നാണ് നമ്മൾ 100% കരുതുന്നത്. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യെസ്, എനിവേ, ഈ ഒരു സീറ്റുകൾ വന്നതോടെ ആകെ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം 5254 ആയിട്ടുണ്ട്. അപ്പൊ അവസരം വർദ്ധിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ്, അപ്പൊ നമുക്ക് അലോട്ട്മെന്റ് വന്നതിന് ശേഷം കാണാം. ബൈ.